എന്തായാലും ഉണ്ണിയുടെ ആ രഹസ്യം അമ്മൂമ്മ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് അവന് മനസ്സിലായി. പക്ഷെ എന്നാലും അത് അമ്മൂമ്മ കണ്ടുപോയല്ലോ എന്ന കാര്യമോർത്ത് അവന് നല്ല ചമ്മലുണ്ടായിരുന്നു. അമ്മൂമ്മയെ മുറിയിലാക്കിയതിനു ശേഷം അമ്മയും ലത ആൻറ്റിയും ഹാളിൽ വെച്ച് സംസാരം തുടർന്നു. ലത ആൻറ്റി, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. ഒരു അജ്ഞാത ശക്തി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരു മന്ത്രവാദിയെ വിളിച്ച് ആവാഹനം നടത്തുന്നതായിരിക്കും നല്ലത്. വസുന്ധര, അതൊക്കെ വേണോ ലതേ? അതും പറഞ്ഞ് അമ്മ ഉണ്ണിയെ ഒന്ന് പാളി നോക്കിയതും ഉണ്ണി ഒന്ന് പരുങ്ങി. ലത ആൻറ്റി, വേണോന്നോ? വേണം വസുന്ധരെ. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഇനിയും സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലെ കാര്യം. പക്ഷെ രാജി കണ്ടത് രാത്രിയിലാണ്. ഇവിടെയാണെങ്കിൽ അമ്മൂമ്മ കണ്ടത് പട്ടാപ്പകലും. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. പകൽ വെട്ടത്തും അതിന് അത്രയും പവറുണ്ടെങ്കിൽ അത് എന്തോരം കൂടിയനമാണെന്ന്. പെട്ടെന്നാണ് ലത ആൻറ്റിയുടെ ഫോൺ ബെല്ലടിച്ചത്. അവർ ഫോൺ എടുത്തു. ദേവേട്ടനാ? അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുവാട്ടോ വസു. വസുന്ധര, ആ ശരി ലതേ, നാളെ വരണം കേട്ടോ. ലത ആൻറ്റി, ആ നാളെ കാണാം. അതും പറഞ്ഞ് അവർ പോയി. അങ്ങനെ ലത ആൻറ്റി പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഉണ്ണിയെ ഒരു നോട്ടം നോക്കി. പിന്നെ അമ്മൂമ്മയുടെ മുറിയിലോട്ട് പോയി. എന്തായാലും ഭാഗ്യം കൊണ്ട് തൽക്കാലം വേറെ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല, അവൻ ആശ്വസിച്ചു. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൻ എണീറ്റ് കുളിയും കഴിഞ്ഞ് ഇറങ്ങവേ അടുക്കളയിൽ നിന്നും അമ്മൂമ്മ നോക്കുന്നു. ഉണ്ണി നോക്കുന്നത് കണ്ടപ്പോൾ അവർ വേഗം നോട്ടം മാറ്റി. ഏതായാലും ഇപ്പോൾ അമ്മൂമ്മയോട് ഒന്നും സംസാരിക്കേണ്ട എന്ന് അവൻ കരുതി. കോളേജിൽ പോയപ്പോഴും അവൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ലത ആൻറ്റി ഇപ്പോൾ തൻ്റെ വീട്ടിലായിരിക്കും. പതിവ് പോലെ അമ്മയും അമ്മൂമ്മയും ലത ആൻറ്റിയും വീടിൻ്റെ ഉമ്മറത്തിൽ നിന്ന് സംസാരിക്കുകയാവും അവൻ ചിന്തിച്ചു. അങ്ങനെ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞതും അവൻ വേഗം വീട്ടിലേക്ക് പുറപ്പെട്ടു. കൂട്ടുകാരോടൊപ്പം കറങ്ങാനൊന്നും പോയില്ല. അങ്ങനെ വീട്ടിലെത്തിയതും ആ കാഴ്ച കണ്ട് അവൻ ഞെട്ടി. വീട്ടുമുറ്റത്ത് താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു മന്ത്രവാദി ലുക്കുള്ള ഒരാൾ നിൽക്കുന്നു. അവരുടെ അടുത്തായി അമ്മയും അമ്മൂമ്മയും ലത ആൻറ്റിയും. ഉണ്ണി അവിടെ നിന്നും അമ്പരപ്പോടെ നോക്കിക്കണ്ടു. അയാൾ എന്തൊക്കെയോ മന്ത്രം ഉരുവിടുന്നു. അയാളുടെ കയ്യിലാണെങ്കിൽ ഒരു പാവയും ഉണ്ടായിരുന്നു. ആ പാവയിലേക്ക് എന്തോ മന്ത്രം ഉരുവിട്ട് ഊതിയിട്ട് അയാൾ വീട്ടുമുറ്റത്ത് തന്നെ ആ പാവ കുഴിച്ചിടുന്നു. അത് കഴിഞ്ഞ് അയാൾ മണ്ണിട്ട് കുറച്ചെന്തോ പൊടിയും വിതറി. മന്ത്രവാദി ഇനി ഈ വീട്ടിലേക്ക് ഏത് അജ്ഞാത ശക്തി കയറിക്കൂടാൻ ശ്രമിച്ചാലും അത് ഈ പാവയിലേക്ക് ആവാഹിക്കപ്പെടും. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വരും. എന്നിട്ട് ഈ പാവയെ ഇല്ലാതാക്കും. അതോടെ ശുഭം. അതൊക്കെ കേട്ട് ലത ആൻറ്റി ഭക്തിയോടെ തൊഴുതു നിൽക്കുന്നു. പെട്ടെന്നാണ് ആ മന്ത്രവാദി ഉണ്ണിയെ കണ്ടത്. അയാൾ കണ്ണുരുട്ടിക്കൊണ്ട് അവനെ നോക്കവേ അവൻ പറഞ്ഞു. മന്ത്രവാദി, ആരാ ഈ പയ്യൻ? ഈ വീട്ടിലുള്ളതാണോ? വസുന്ധര, ആ അതെ, എൻ്റെ മോനാ. ഉണ്ണി ഗേറ്റ് തുറന്ന് അങ്ങോട്ടേക്ക് നടന്നു. മന്ത്രവാദി അവനെ തന്നെ നോക്കി നിൽക്കവേ പെട്ടെന്ന് ലത ആൻറ്റി പറഞ്ഞു, മോനെ, ഇന്നത്തോടെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും കേട്ടോ. ഉണ്ണി, ആണോ? അതേതായാലും നന്നായി ലത ആൻറ്റി. ഒരു പരുങ്ങലോടെ അതും പറഞ്ഞ് അവൻ അമ്മൂമ്മയെ നോക്കി. അപ്പോൾ അമ്മൂമ്മ അവനെ നോക്കി കണ്ണുരുട്ടി. അവൻ വേഗം വീടിനകത്തേക്ക് ചെന്നു. മുറിയിലെത്തിയതും നെടുവേർപ്പിട്ടു. ഇതാകെ പൊല്ലാപ്പായല്ലോ. ഇനിയിപ്പോൾ മനസ്സമാധാനത്തോടെ ഒരെണ്ണം വിടാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല, അവൻ ചിന്തിച്ചു. പെട്ടെന്നാണ് ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത്. അവൻ എടുത്തു നോക്കിയപ്പോൾ കൂട്ടുകാരൻ രാകേഷ് നല്ല വീഡിയോ അയച്ചിരിക്കുവാണ്. അത് കണ്ടതും ഉണ്ണിക്ക് വല്ലാതായി. ഒന്ന് ഉണർന്നെങ്കിലും
മനസ്സ് സമ്മതിക്കാത്തതുപോലെ. അപ്പോഴാണ് പുറത്തു നിന്നും ശബ്ദം കേട്ടത്. മന്ത്രവാദി പോയി. പിന്നെ അമ്മയും ലത ആൻറ്റിയും അതിൻ്റെ വിശേഷങ്ങളും പറഞ്ഞ് ഉമ്മറത്തിരിക്കുവാണ്. അവൻ ഒരു നിമിഷം ചിന്തിച്ചു, ഇനിയും ആ കടും കൈ ചെയ്യണോ? വീണ്ടും അമ്മൂമ്മയെങ്ങാൻ കണ്ടാൽ? പക്ഷേ ഉണ്ണിയുടെ കൊച്ചുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിനാൽ ഉണ്ണി പതിയെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പിന്നെ അമ്മൂമ്മയുടെ മുറിയിൽ ചെന്ന് നോക്കി. അമ്മൂമ്മ ഉറങ്ങുവാണെന്ന് കണ്ടപ്പോൾ അവന് ആശ്വാസമായി. പിന്നെ അവൻ ഹാളിലെ ജനാല പതിയെ തുറന്ന് വീക്ഷിച്ചു. പിന്നെ പതിവ് പരിപാടി തുടങ്ങി. അവസാന ഘട്ടത്തിലെത്തിയതും പെട്ടെന്ന് ഉണ്ണിയുടെ ബോധം എവിടെയോ പോയി മറഞ്ഞതുപോലെ, വേറെ ലോകത്ത് എത്തിയതുപോലെ, മിഴികൾ അടഞ്ഞ് സ്വപ്ന സഞ്ചാരത്തിലെന്ന പോലെ അങ്ങനെ ഒഴുകി. പെട്ടെന്നാണ് ഒരു കൈ വന്ന് വീണത്. അത്രയുമായപ്പോൾ ഉണ്ണി ഞെട്ടി വിറച്ച് നോക്കിയതും വീണ്ടും ഞെട്ടി. അത് അമ്മയായിരുന്നു. ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ഒരു നിമിഷം അവൻ ചിന്തിച്ചു പോയി. വെറുതെ ജനാലയിൽ കൂടി നോക്കിയതും ലത ആൻറ്റി അവിടെയില്ലായിരുന്നു. ഉണ്ണി പേടിയോടെ അമ്മയെ നോക്കി. വസുന്ധര, നോക്കണ്ട, ലത പോയി, ഇനി ഞാനേ ഉള്ളൂ. എന്താ, സഹായം വല്ലതും വേണോ? ആ ചോദ്യം കേട്ടതും ഉണ്ണി വീണ്ടും ഞെട്ടി. എന്ത് പറയണം എന്നറിയാതെ അവൻ നിന്ന് വിയർത്തു. പെട്ടെന്ന് അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ സഹായിച്ചു. വേണ്ട എന്ന് പറഞ്ഞ് ആദ്യം പിന്മാറാൻ നോക്കിയെങ്കിലും പ്രത്യേക ഒരു ഇത് തോന്നിയപ്പോൾ പിന്മാറാൻ തോന്നിയില്ല. സഹായിച്ചോട്ടെ എന്ന് കരുതി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഉണ്ണി വേഗം ഓടിപ്പോകവേ വീണ്ടും വസുന്ധരയുടെ പിടി വീണു. നിൽക്കടാവിടെ. അപ്പോൾ ഇതാണല്ലേ അജ്ഞാത ശക്തി? ഒരു സൈക്കോ ചിരിയാലെയുള്ള അമ്മയുടെ ചോദ്യം കേട്ടതും ഉണ്ണി മുഖം താഴ്ത്തി. വസുന്ധര, എനിക്കപ്പോഴേ സംശയമുണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ കാര്യങ്ങൾ ഉറപ്പായത്. ഉണ്ണി, സോറി, ഇത് വേറെ ആരോടും പറയരുത്. വസുന്ധര, ഇനി ആരോട് പറയാനാ? അമ്മൂമ്മ അറിഞ്ഞു, ഇപ്പോൾ ഞാനും അറിഞ്ഞു. ആ പിന്നെ ലത, അവളോടും ഞാൻ ഈ കാര്യം പറയുന്നുണ്ട്. അതും പറഞ്ഞ് അവർ ചിരിച്ചു. പെട്ടെന്നാണ് അമ്മൂമ്മയുടെ മുറിയിൽ നിന്നും കട്ടിലിൻ്റെ സൗണ്ട് കേട്ടത്. അമ്മൂമ്മ എഴുന്നേറ്റ് വരികയാണെന്ന് മനസ്സിലായപ്പോൾ അവർ വേഗം എല്ലാം നേരെയാക്കി നിന്നു. അമ്മൂമ്മ ഹാളിലെത്തിയതും അവരെ നോക്കി. അമ്മൂമ്മ, ഹാ, നിങ്ങൾ ഇവിടെ നിൽപ്പാണോ? ലത എന്തിയെ, പോയോ അവൾ? വസുന്ധര, ഹാ, അവൾ പോയി അമ്മേ, നാളെ വരാമെന്ന് പറഞ്ഞു. അമ്മൂമ്മ, ആ, ഞാൻ വെറുതെ കിടന്ന് മടുത്തപ്പോൾ ഒന്ന് സംസാരിക്കാലോ എന്ന് കരുതി വന്നതാ. അതും പറഞ്ഞ് അമ്മൂമ്മ അവരെ ആകെ മൊത്തമായി നോക്കി. അല്ല, നിങ്ങൾ എന്താ ഇവിടെ നിന്ന് പരമുന്നേ? വസുന്ധര, അത് വേറൊന്നുമല്ലമ്മേ, മറ്റേ അജ്ഞാത ശക്തിയെ കൈയോടെ പിടിച്ചതാ. ഒരു ചിരിയോടെയുള്ള വസുന്ധരയുടെ പറച്ചിൽ കേട്ടപ്പോൾ അമ്മൂമ്മയുടെ മുഖഭാവം മാറി. എന്ന് നീട്ടിമൂളി ഉണ്ണിയെ ഒന്ന് തുറച്ചു നോക്കിയതിന് ശേഷം മുറിയിലേക്ക് പോയി. വസുന്ധര അവനെ ചൂഴ്ന്നു നോക്കി. എടാ അജ്ഞാത ശക്തി, ഇനി നീ അടിമയാട്ടോ. ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിച്ചോണം. ഒരു കളിയാക്കലോടെ അതും പറഞ്ഞ് അവർ പോയി. ഉണ്ണി ആകെ ചമ്മി നാറി മുറിയിലേക്ക് ചെന്ന് കതക് വലിച്ചടച്ച് കുറ്റിയിട്ടു. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു. തൻ്റെ നിയന്ത്രിക്കാനാവാത്ത ആഗ്രഹങ്ങൾ. ഇതിപ്പോൾ ആകെ നാണക്കേടായല്ലോ, അവൻ സ്വയം കുറ്റപ്പെടുത്തി. അന്ന് രാത്രി ഫുഡ് കഴിക്കാൻ അമ്മ കുറേ വിളിച്ചിട്ടും അവൻ പുറത്തേക്ക് ഇറങ്ങിയില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ എണീറ്റ് പിന്നാമ്പുറത്ത് ചെന്നിരുന്നു. വസുന്ധര അപ്പോൾ തുണി അലക്കുമായിരുന്നു. ഉണ്ണിയെ കണ്ടതും ആക്കി ചിരിച്ചുകൊണ്ട് എന്താ എന്ന് പുരികമുയർത്തി കാണിച്ച് ചോദിച്ചു. ഒരു ചമ്മലോടെ അവിടെ നിന്നും എണീറ്റ് ഉണ്ണി ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ അവിടെ അമ്മൂമ്മ ഇരുന്ന് പത്രം വായിക്കുന്നു. അമ്മൂമ്മ,
ആ എണീറ്റോടാ കുട്ട. ഉണ്ണി എന്ന് മൂളുക മാത്രം ചെയ്ത് കുളിമുറിയിലേക്ക് പോയി. പിന്നെ പലത്തെ കുളിയുമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫുഡ് റെഡി. അങ്ങനെ അതൊക്കെ കഴിച്ച് TV കാണാനിരുന്നു. അമ്മൂമ്മ, എടാ മോനെ, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഉണ്ണി, ഇല്ല, ഇന്ന് വയ്യ, നാളെ പോകാം. അമ്മൂമ്മ, എന്താടാ കുട്ട ഒരു വയ്യായിക? അമ്മ, അത് അജ്ഞാത ശക്തിയെ പിടിച്ചത് കൊണ്ടുള്ള വയ്യായികയായിരിക്കും. വസുന്ധര അത് പറഞ്ഞതും ലത അങ്ങോട്ട് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. വസുന്ധരയുടെ തമാശയേട്ട് അമ്മൂമ്മ പൊട്ടിച്ചിരിക്കവേ കാര്യം അറിഞ്ഞില്ലെങ്കിലും ലതയും ആ ചിരിയിൽ പങ്കുചേർന്നു. ലത, അപ്പോൾ അജ്ഞാത ശക്തിയെ പിടിച്ചോ? അവർ ആകാംക്ഷയോടെ അതും ചോദിച്ച് മുറ്റത്ത് കുഴിച്ചിട്ടിരിക്കുന്ന ഇടത്തോട്ട് നോട്ടം പായിച്ചു. അമ്മയും അമ്മൂമ്മയും വല്ലതും പറയുമോ എന്ന പേടിയോടെ വിറച്ചുകൊണ്ട് ഉണ്ണി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. വസുന്ധര, അതൊന്നുമല്ല ലതേ, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ, അല്ലടാ കുട്ട. അവർ ഉണ്ണിയെ നോക്കി. ഉണ്ണി, ആ അതെ അതെ. അപ്പോഴാണ് ഉണ്ണി ലത ആൻറ്റിയെ ശരിക്കും ശ്രദ്ധിച്ചത്. പുതിയ ചുരിദാർ, ലെഗിൻസ്, സാധാരണ സാരിയാണ് ഉടുക്കാറുള്ളത്. ഇന്നെന്താണാവോ ഒരു സ്പെഷ്യൽ എന്ന് അവൻ ചിന്തിച്ചു. ഉണ്ണിയുടെ വീക്ഷണം വസുന്ധര ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നിട്ട് ആരും കാണാതെ അവൻ്റെ കയ്യിൽ ഒരു നുള്ളം കൊടുത്തു. വസുന്ധര, എന്താ ലതേ, ഇന്ന് കാണാൻ സൂപ്പറായിട്ടുണ്ടല്ലോ. ലത, ആ ഇന്ന് ദേവേട്ടൻ്റെ തറവാട് വരെ പോകുമ്പോൾ ഏട്ടൻ്റെ അനിയന്മാരും ഫാമിലിയുമൊക്കെ വരുന്നുണ്ട്. അമ്മൂമ്മ, ആ അതേതായാലും നന്നായി, ഒന്ന് കറങ്ങിയിട്ടൊക്കെ വാ. നല്ല പ്രകൃതി രമണീയത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമല്ലേ അത്? ലത, ആ അതെ അതെ. അങ്ങനെ അമ്മയും ലത ആൻറ്റിയും അമ്മൂമ്മയും ഉമ്മറത്തിരുന്ന് സംസാരം തുടർന്നു. ഉണ്ണി പതിവ് പോലെ ആളിലേക്ക് വലിഞ്ഞ് ജനാലമായി വീക്ഷിച്ചു. പിന്നെ തുടങ്ങി. ഏതായാലും നനഞ്ഞു, ഇനിയിപ്പോൾ കുളിച്ചിട്ട് കയറാലോ എന്നൊരു നിലപാടായിരുന്നു അപ്പോൾ ഉണ്ണിയുടെ മനസ്സ്. പെട്ടെന്നാണ് അവന് ഓർമ്മ വന്നത്, ഇവിടത്തെ അജ്ഞാത ശക്തി താൻ. അപ്പോൾ ലത ആൻറ്റി പറഞ്ഞ ആൻറ്റിയുടെ വേലക്കാരി രാജചേച്ചി കണ്ട അജ്ഞാത ശക്തി. അപ്പോൾ അത് ഒരു വ്യക്തി തന്നെയായിരിക്കും. അപ്പോൾ രാജചേച്ചിക്ക് രഹസ്യ കാമുകനുണ്ടായിരിക്കും, അതാണ് കാര്യം. പാപം ലത ആൻറ്റി, ഇതൊന്നും അറിയില്ല, അവൻ ചിന്തിച്ചു. കുറച്ച് സമയത്തെ സംസാരത്തിന് ശേഷം ലത ആൻറ്റി പോയി. പിന്നെ വസുന്ധര ഹാളിലേക്ക് കയറി വന്നപ്പോൾ ഉണ്ണി ഒന്നും അറിയാത്ത പാവത്താനെ പോലെ സോഫയിലിരുന്ന് TV കാണുവാണ്. വസുന്ധര അവനെ ചൂഞ്ഞു നോക്കി. എന്തേ? ഉണ്ണി, എന്തേ? വസുന്ധര, കുന്തം. ഉണ്ണി, ഒന്ന് പോവാമേ. വസുന്ധര, എടാ കൂടുതൽ അഭിനയിക്കണ്ടാട്ടോ. ഉണ്ണി, എന്തഭിനയിക്കാൻ? മനുഷ്യന് TV കാണാനും സ്വാതന്ത്ര്യമില്ല ഇവിടെ. അമ്മൂമ്മ, എന്തിനാ മോളെ വെറുതെ അവൻ്റെ മെക്കിട്ട് കയറുന്നേ? അവൻ അവിടെ ഇരുന്ന് TV കണ്ടോട്ടെ, അവർ ഉമ്മറത്തിരുന്ന് ഉറക്കെ പറഞ്ഞു. വസുന്ധര, എടാ നീ TV ആണോ വേറെ വലതുമാണോ കാണുന്നത് എന്നൊക്കെ എനിക്കറിയാട്ടോ. ഞാൻ കണ്ടായിരുന്നു നിന്റെ അഭ്യാസം. ഇനിയും ഇത് തുടർന്നാൽ ഞാനിത് എല്ലാവരോടും പറയും. മാത്രമല്ല നിന്റെ അച്ഛനോടും പറയാൻ കേട്ടോ. അത് കേട്ടതും ഉണ്ണി ഞെട്ടി. ഉണ്ണി, അയ്യോ സോറി അമ്മേ, അച്ഛനോട് പറയണ്ടാട്ടോ, ഇനി ആവർത്തിക്കില്ല. ഉണ്ണി കെഞ്ചി.